ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയിൽ ധനമന്ത്രി മറുപടി പറയുകയാണ്. അതിലേക്ക് എല്ലാ സ്ഥലത്തെയും PWD വർക്കെടുക്കുക, എല്ലാ സ്ഥലത്തെയും MLA വർക്കെടുക്കുക, എല്ലാ സ്ഥലത്തെയും ഗ്രാമീണ റോഡ് വർക്ക് നമ്മുടെ പ്ലാനിൽ കൊടുക്കുന്നില്ല എന്ന് പറയുന്നല്ലോ. പഞ്ചായത്ത് പ്ലാനിലുണ്ടോ? LSDD പ്ലാനിലുണ്ടോ 1000 കോടി ഈ ഗ്രാമീണ റോഡ്? CMLRP 2 പിന്നെ ആ പദ്ധതിയിലുണ്ടോ? 1000 കോടി കിട്ടിയില്ലേ? സ്കൂളുകളും മറ്റ് കിഫ്ബിയുടെ ധാരാളം വർക്കുണ്ട്. ഞാൻ പറഞ്ഞത് പ്ലാനിലോ ബഡ്ജറ്റിലോ ഇല്ലാതെ അഡീഷണൽ ആയിട്ട് കൊടുത്തതാണ്. നമ്മുടെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തീരുമാനിച്ച് അഡീഷണൽ ആയിട്ട് കൊടുത്താണ് 1000 കോടി. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഓരോ മണ്ഡലത്തിലും 7 കോടി വെച്ച് കൊടുത്തില്ലേ? അതും ആ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ആദ്യമേ കൃത്യമായിട്ട് പറഞ്ഞിരുന്നല്ലോ. സാർ ഇതെല്ലാം എങ്ങനെ കൊടുക്കുന്നത്? ഓരോ MLA മാർക്കും വ്യക്തിപരമായി പറയാൻ പറ്റുമോ ഞങ്ങളുടെ മണ്ഡലത്തിൽ കിട്ടിയിട്ടില്ല എന്ന്? നവകേരള സദസ്സിന്റെ ഇപ്പൊ ഗ്രാമീണ റോഡൊക്കെ പകുതി റോഡുകളുടെ ബില്ല് മേടിച്ചു കഴിഞ്ഞു പലയിടത്തും. തുടങ്ങിക്കാത്തതിന് അത് ശ്രദ്ധിക്കണം, നമുക്കൂടെ സഹായിക്കാം. തുടങ്ങിയിട്ടില്ലെങ്കിൽ അതൊക്കെ നോക്കിക്കണം. പക്ഷെ നവകേരള ഈ CMLRPക്ക് പണത്തിന് തടസ്സം വരത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ പണം ചെലവാക്കുന്നത് ഇത്രയും ശ്വാസം മുട്ടിക്കലുണ്ടാവും. ഒരു വർഷം ശരാശരി 57,000 കോടി വെച്ച് കുറഞ്ഞു സാർ. ഇത് LDF ആയാലും UDF ആയാലും ബാധിക്കുന്നത്. നമുക്ക് കളക്റ്റീവായി പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. രാഷ്ട്രീയമായിട്ടൊക്കെ വ്യത്യസ്ത അഭിപ്രായം പറയും. പക്ഷെ ഇത്രയും വെട്ടിക്കുറച്ചിട്ടും നമ്മൾ ഈ പണമെല്ലാം ചെലവാക്കി എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെന്റിലേക്ക് പിന്നെ എന്താ സാർ? ശരിയാണ്, വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ. കാരണം വലിയ തോതിൽ നമ്മുടെ ശ്വാസം മുട്ടിക്കുക. വിചാരിച്ച ബഡ്ജറ്റ് തയ്യാറാക്കിയതിന് ശേഷം 6000 കോടി വെട്ടിക്കുറയ്ക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? സാർ ഏറ്റവും ഒടുവിൽ GST സംബന്ധിച്ച് വന്നപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേട്ടു, 8,000 മുതൽ 10,000 വരെ നിങ്ങൾ പറയുന്നു. എവിടുന്നാണ് കണക്ക്? 20,000 കോടി 47,000 കോടിയേ ഉള്ളൂ എന്നാണ് കേന്ദ്രം പറയുന്നത്. ശരിയാണ്, 47,000 ഉള്ളൂ എന്നാണ് കേന്ദ്രം പറയുന്നത്. സാർ ഞങ്ങൾ 8 സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാര് ചേർന്നിട്ട് യോഗം ചേർന്നു. കാരണം BJP മന്ത്രിമാർക്ക് ഈ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്പണായി പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഈ വെട്ടിക്കുറവ്. സാധാരണ GSTക്കകത്ത് ഒരു കണക്ക് നോക്കി കൃത്യമായി ഫിറ്റ്മെന്റ് കമ്മിറ്റിയും മറ്റും പഠിച്ചിട്ടാണ് റേറ്റ് തീരുമാനിക്കുക. പക്ഷെ ഒന്നുമില്ല. അപ്പൊ അവിടെ 1.5 ലക്ഷം ഉണ്ട്, 2 ലക്ഷം ഉണ്ടെന്നൊക്കെ ഊഹക്കളാണ്. അവിടെ ഒറ്റ കണക്ക് തന്നില്ല. ഞങ്ങൾ കേരളത്തിലെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് സ്റ്റഡി നടത്തിച്ച് നോക്കിയപ്പോഴാണ് 7,500 കോടിയിലധികം കൂടെ ഗുഡ്സ് മാത്രം വരും, സർവീസുകൾ വരുമ്പോൾ ഏകദേശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹിന്ദു പത്രം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു റൗണ്ട് ടേബിൾ സെമിനാർ ഉണ്ട്. ഞാനുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ തെലങ്കാനയിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഭട്ടി വിക്രമാർക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അവർക്കും വരും ഇതുപോലെ നഷ്ടം. ഈ ഹിന്ദുവിന്റെ ഇന്ത്യയിലെ ഫുൾ പേജ് ആർട്ടിക്കിളാണ്. കേരളത്തിൽ ഇന്ന് വന്നിട്ടില്ല, കേരളത്തിൽ വരായിരിക്കും. ഫുൾ പേജ് ആർട്ടിക്കിളാണ് അവരെ ഇന്റർവ്യൂ. സാർ കേരളത്തിലുണ്ട് ഈ ഇന്റർവ്യൂവിന്റെ ഫുൾ പേജ് ഇങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇന്റർവ്യൂവിന്റെ ലിസ്റ്റാണ് സാർ വന്നത്. ഇത് ഇന്ത്യയിലെ ബാക്കി കുറെ സംസ്ഥാനങ്ങളിൽ പോയതാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ 8 സംസ്ഥാനങ്ങൾ, അതിനകത്ത് 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ആണ് സാർ. പിന്നെ ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന. സാർ തൃണമൂൽ കോൺഗ്രസുമായി രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ചേരുന്നല്ല ഞങ്ങൾ. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് നമ്മുടെയായിട്ട് സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അവിടെ ഒരുമിച്ച് പറഞ്ഞു. പഞ്ചാബ് ഉണ്ടായിരുന്നു, അതുപോലെ ജാർഖണ്ഡ് ഉണ്ടായിരുന്നു. എല്ലാവരും ഈ പ്രശ്നമാണ് പറയുന്നത്. ബംഗാളിൽ ഇൻസൈഡ് മീറ്റിംഗിനകത്ത് എല്ലാ മന്ത്രിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറത്തവർ പറഞ്ഞിട്ടില്ല, മറ്റ് സ്റ്റേറ്റുകളും, അതായത് BJP സ്റ്റേറ്റുകളും. സാർ ആ നഷ്ടമുണ്ട്. കേരളത്തിൽ ഞങ്ങൾ കണക്കെടുത്തപ്പം ഒരു പ്രാഥമിക കണക്കെടുക്കുമ്പോൾ ഓട്ടോമൊബൈല്, സിമന്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, പിന്നീട് നമ്മുടെ ഇലക്ട്രോണിക് ഗുഡ്സ്, ഇത് മാത്രം 2,500 കോടി നഷ്ടം വരുന്ന കണക്ക്. അങ്ങനെ വരുമ്പോൾ 10,000 കോടി വന്നാൽ ഈ വർഷം അങ്ങോട്ട് പോകുമ്പോൾ 4,000-5,000 കോടി വരും. അങ്ങ് പറഞ്ഞത് ശരിയാണ്. എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യും? നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം കിട്ടാതെ വന്നാൽ അത് ഫിസ്ക്കൽ ഫെഡറലിസത്തെ ബാധിക്കും, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും, സംസ്ഥാനങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. ഈ പ്രശ്നം ചെറിയൊരു പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള തർക്കമായിട്ട് തീരേണ്ടതല്ല. GST നടപ്പിലാവുന്ന വർഷം അതിനു മുമ്പ് നമുക്കുണ്ടായിരുന്ന വാറ്റും സെയിൽ ടാക്സും ഉണ്ടായിരുന്ന സമ്പ്രദായം തുടർന്നിരുന്നെങ്കിൽ, അന്നത്തെ ഗ്രോത്ത് തുടർന്നിരുന്നെങ്കിൽ, UDF സമയത്താണ്, LDFന്റെ ആദ്യത്തെ 2 വർഷം അതായിരുന്നല്ലോ, അന്നത്തെ ആ ടാക്സിന്റെ ഗ്രോത്ത് തുടർന്നിരുന്നെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടേണ്ടത് 51,500 കോടിയാണ് സാർ. പഴയ കണക്കനുസരിച്ച് സാധാ ഗ്രോത്ത് അനുസരിച്ച്. സംസ്ഥാനത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്, എന്നാലും ഇതുപോലൊരു ഓണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. എല്ലാവരും സുഭിക്ഷമായി ഓണമുണ്ടോ, അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതാണ് അടക്കമുള്ള കാര്യങ്ങളാണ് ധനമന്ത്രി സഭയിൽ പറയുന്നത്.